ഹായ് ചിൽഡ്രൻ, നമസ്കാർ. ഇന്ന് നമുക്ക് 6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ലെസനായ ഏക് കിരൺ എന്ന പാഠഭാഗത്തിലേക്ക് പോകാം. രേഷം ജൈസി ഹംസ്തി ഗിൽത്തി നബ്സെ ആയി ഏക് കിരൺ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏക് കിരൺ എന്ന് പറഞ്ഞാൽ കിരണം, പ്രകാശ സൂര്യരശ്മികളെയാണ് പറയുന്നത്. അപ്പോൾ രേഷം ജൈസി ഹംസ്തി ഗിൽത്തി, അതായത് പട്ടുപോലെ, അതായത് വെട്ടിത്തിളങ്ങിക്കൊണ്ട് ജൈസി എങ്ങനെ ഹംസ്തി ഗിൽത്തി നല്ല കളിച്ച് ചിരിച്ചുകൊണ്ട് നബ് സേ ആയി നബ് എന്ന് പറഞ്ഞാൽ സ്കൈ ആസ്മാൻ സേ ആയി ആകാശത്തിൽ നിന്നും വന്നു ഏക് കിരൺ. അപ്പോൾ ആ കിരണം എവിടെ നിന്ന് വന്നു? ആകാശത്ത് നിന്ന് വന്നു. എങ്ങനെയാ വന്നത്? പട്ടുപോലെ മിന്നിത്തിളങ്ങിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കളിച്ച് ചിരിച്ചാണ് വന്നത്. ഫൂൽ കോ മീട്ടി. ഇനി പൂക്കളിലൊക്കെ എന്താണ്? നല്ല സ്വീറ്റ് ആയിട്ട് പൂക്കളൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഖുഷിയാം ലായി ഏക് കിരൺ ഹാപ്പിനെസ് കൊണ്ടുവന്നു. പൂക്കളിലൊക്കെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ നല്ല മധുരമായിട്ടുള്ള കിരണങ്ങൾ, പ്രകാശരശ്മികൾ, ഉന്മേഷം കൊണ്ടുവന്നു. പടി ഓസ് കീതി കുച്ച് ബൂന്തേം. ഓസ് എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞുതുള്ളികളെയാണ് പറയുന്നത്. അപ്പോൾ മഞ്ഞുതുള്ളികൾ ഇങ്ങനെ വന്നു. കുച്ച് ബൂന്തേം തുള്ളികളായിട്ട്. ജിൽമിൽ പത്തോംപർ കളിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന പത്തോംപർ ഇലകളിൽ മുകളിലേക്ക് ആ മഞ്ഞുതുള്ളികൾ ഇങ്ങനെ വന്ന് വീണിട്ടുണ്ടായിരുന്നു. ഉന്മേ ചാങ്കർ ദിയ ജലാക്കർ. അപ്പോൾ ഈ മഞ്ഞുതുള്ളികൾ ഈ ഇലകളുടെ കളിക്കുന്ന ഇലകളിൽ മുകളിൽ ഇങ്ങനെ വന്ന് വീണപ്പോൾ അതിലേക്ക് ഈ സൂര്യരശ്മികൾ പതിച്ചപ്പോൾ, അതാണ് ദിയാ വിളക്ക് കൊളുത്തിയിട്ട് എന്ന് പറയുന്നത്. ജോ മുസ്കായി ഏക് കിരൺ, എന്താണ്? ദിയാ ജലാക്കറ വെട്ടിത്തിളങ്ങിക്കൊണ്ട് മുസ്കായി പുഞ്ചിരിച്ചുകൊണ്ട് ആ കിരണങ്ങൾ അങ്ങനെ ആ വെള്ളത്തുള്ളികളിൽ പ്രകാശിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ലാൽ ദാലി സാ സൂരജ്. ഇനി എങ്ങനെയായിരുന്നു? ലാൽ റെഡ് കളറിലുള്ള ദാലി പ്ലേറ്റ് പോലെയായിരുന്നു ആര്? സൂര്യൻ. ഉടുക്കറായ പൂരബ് മേം. ഇനി അത് എവിടെ നിന്നാണ് ഉടുക്കറായ? എവിടെ നിന്നാണ് അത് സൺ റൈസ് ചെയ്തത്? അതായത് പൂരബ് മേ, ഈസ്റ്റിൽ നിന്നാണ് അപ്പോൾ കിഴക്ക് ഭാഗത്ത് നിന്നും, ഈസ്റ്റിൽ നിന്നും പൂരബ് ദിശയിൽ നിന്നും അത് വന്നു. എങ്ങനെയാണ് വന്നത്? ചുവന്ന പ്ലേറ്റ് പോലെയാണ് സൂര്യൻ വന്നത്. ഫിർ സോനേക്കെ താരോം ജേസി. ഇനി സോനേക്കെ താരോം ജേസി, സ്വർണ്ണ നിറത്തിലുള്ള നക്ഷത്രങ്ങളുടെ നബുമേ ചായി ഏക് കിരൺ, ആകാശത്തിൽ ഇങ്ങനെ നിഴലിച്ച് സന്തോഷിച്ചിങ്ങനെ കിരണങ്ങൾ നിന്നു. ഏക് കിരൺ സേ ബദൽ ഗയ. അപ്പോൾ ഒരു കിരണം വന്നപ്പോൾ ആകെ ലോകത്ത്, വേൾഡിൽ ആകെ ചേഞ്ചസ് വന്നു. ചിടിയാം ഗാത്തി ഗീത് ചലി. പക്ഷികളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? പാട്ടുപാടാനും തുടങ്ങി. ഇനി ഹവാചലി, നല്ല കാറ്റുകൾ വന്നു. ഹിൽ ഉഡേ പേഡ് സബ്, എല്ലാ വൃക്ഷങ്ങളും ഇങ്ങനെ ഇളകി. ഹിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇളകിക്കൊണ്ടിരിക്കുക, അങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരുന്നു. സബ് കോബായി ഏക് കിരൺ, എല്ലാവരുടെയും സഹോദരൻ, എല്ലാവരുടെയും കിരണം. ഈ സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, മോർണിംഗ് ടൈമിലുള്ള അതിനെയാണ് പറയുന്നത്. അപ്പോൾ പ്രകൃതിയിൽ തന്നെ ആ ഒരു ദിവസം വരികയാണ് സൂര്യൻ ഉദിക്കുമ്പോൾ പ്രകൃതിയിൽ മാറ്റം വരികയും മാത്രമല്ല, പക്ഷികളൊക്കെ പാട്ടുപാടുന്നു, നല്ല കാറ്റ് വരുന്നു, നല്ല മന്ദമാരുതൻ ഇലകളൊക്കെ ഇങ്ങനെ ഇളകുന്നു, വൃക്ഷങ്ങൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ സൂര്യകിരണം പുറത്തേക്ക് വരുന്നു. സൂരജ് ആയ, അങ്ങനെ സൂര്യൻ വന്നു. ദിൻ മുസ്കായ, നമ്മുടെ ഒരു ഡേ തുടങ്ങുകയാണ്. ദിവസം പുഞ്ചിരിച്ചു. അപ്പോൾ സൂര്യൻ വന്നപ്പോൾ എന്തായി? ആ ഒരു ദിവസം വന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ എന്തായി? ഡേ വരികയാണ്. ജാഗി ദുനിയ ബോർ ഹുവ, അങ്ങനെ എല്ലാ ആളുകൾക്കും എന്താണ്? മോർണിംഗ് ബോർ എന്ന് പറഞ്ഞാൽ മോർണിംഗ്, രാവിലെ, മോർണിംഗ് നയാ മൻ. ഇനി താസാ ജീവൻ സബ്കോലായി ഏക് കിരൺ. അപ്പോൾ നയാ ജീവൻ, പുതിയ നമ്മുടെ മനസ്സിൽ പുതിയ ഉന്മേഷം, ഉണർവ് വരികയാണ്. അപ്പോൾ എന്താണ്? ഫ്രഷ്നെസ് വരികയാണ് നമ്മുടെ ജീവിതത്തിൽ. ഓരോ ദിവസവും രാവിലെ ഉറക്കം ഉണർന്നാൽ നമുക്കൊരു പുതിയ ഉന്മേഷവും ഉണർവും വരികയാണ്. അപ്പോൾ ഈ സൂര്യകിരണം വന്നപ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും പുതിയ ഉന്മേഷവും ഉണർവും വന്നു എന്നാണ് ഈ കവിതയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിലെ മീനിങ്സ് നോക്കാം. കിരൺ എന്ന് പറഞ്ഞാൽ കിരണം. ഖുഷിയാം എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, സന്തോഷം. പൂരബ് ഈസ്റ്റ്, കിഴക്ക്. ബോർ മോർണിംഗ്, രാവിലെ. നബ് സ്കൈ, ആകാശം. ദാലി പ്ലേറ്റ്, നമ്മൾ സാധാരണ പാത്രങ്ങളിലുള്ള അത് പ്ലേറ്റ്. ജഗ് വേൾഡ്, ലോകം. നയ ന്യൂ, പുതിയ. മീട്ടി നല്ല സ്വീറ്റ് ആയിട്ടുള്ള, മധുരമായിട്ടുള്ള. സൂരജ് സൺ, സൂര്യൻ. ഗീത് സോങ്. താജ ഫ്രഷ്, നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുക എന്ന് പറയില്ല, ഉന്മേഷം എന്നുള്ളതാണ് ഇവിടെ മീനിങ്സിൽ ഉദ്ദേശിക്കുന്നത്.
ഇനി അടുത്ത എക്സസൈസ് ഇൻ ശബ്ദോം കോ പഠ ഔർ ലിഖോ റീഡ് ആൻഡ് റൈറ്റ് ദീസ് വേർഡ്സ്. നമ്മളോട് ആ വേർഡ്സ് റീഡ് ചെയ്തിട്ട് നന്നായിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വേർഡ്സിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് സെയിം മീനിങ്സ് ആണ് വരുന്നത്. നബ് എന്ന് പറഞ്ഞാൽ ആസ്മാൻ എന്ന് പറഞ്ഞാൽ സ്കൈ എന്നാണ്. മീട്ടി മധുർ, മീട്ടി എന്ന് പറഞ്ഞാൽ മധുർ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആണ്. സൂരജ് സണ്ണ്, സൂര്യ സണ്ണ്. ഹവ വായു, വായു എയർ അല്ലേ, വിൻഡ് കാറ്റ് അതാണ്. ഫൂൽ പുഷ്പ് ഫ്ലവർ. പൂരബ് പൂർവ്, പൂരബ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് തന്നെയാണ്, പൂർവ് എന്ന് പറഞ്ഞാലും ഈസ്റ്റ് തന്നെയാണ്. ജഗ് സൻസാർ വേൾഡ്. ബോർ സുബഹ് മോർണിംഗ്. നെക്സ്റ്റ് നമുക്ക് ഏക് വാക്യമേ ഉത്തർ ലിഖോ, ഒറ്റ വാക്കിൽ ആൻസർ എഴുതാനാണ്. ആൻസർ ഇൻ വൺ സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. കിരൺ കഹാം സേ ആത്തി ഹേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. കിരൺ കഹാം സേ ആത്തി, എവിടെ നിന്നാണ് കിരണങ്ങൾ വരുന്നത്? എവിടെ നിന്നാണ്? ആകാശത്തിൽ നിന്ന്. ആസ്മാൻ നബ് അല്ലേ. അപ്പോൾ കിരൺ ആസ്മാൻ മേം സേ ആത്തി ഹെ അല്ലേ, കിരൺ ആകാശത്തിൽ നിന്നാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള വൺ വേർഡ് ആൻസർ ആണ്. സൂരജ് കൈസാ ദിക്ത, എങ്ങനെയാണ് സൂര്യനെ കാണപ്പെടുന്നത്? സൂരജ് ലാൽ ലാൽ ദാലിസ ദിക്കാത്ത ഹെ അല്ലേ, ചുവന്ന പ്ലേറ്റ് പോലെയാണ് സൂര്യനെ കാണപ്പെടുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കിരൺ കെ ആനെ സേ ക്യാ ബദൽ ഗയ, ഈ സൂര്യകിരണങ്ങൾ വന്നപ്പോൾ എന്തെല്ലാം ചേഞ്ചസ് ആണ് വന്നത്? എന്താണ് വന്നത്? കിരൺ കെ ആനേസെ സൻസാർ ബലെ, വേൾഡ് തന്നെ എന്തായി, മാറ്റം വരികയായിരുന്നു. ഇനി അടുത്തത് സൂരജ് കെ ആനേസെ കോൻ മുസ്കായ, ആരാണ് പുഞ്ചിരിച്ചത്? സൂര്യൻ വന്നപ്പോൾ, സൂര്യൻ ഉദിച്ചപ്പോൾ അല്ലെങ്കിൽ സൂര്യൻ വന്നപ്പോൾ ആരാണ് പുഞ്ചിരിച്ചത്? ദിൻ, ദിവസം അല്ലേ. അപ്പോൾ സൂരജ് കെ ആനേസെ ദിൻ മുസ്കായ. അത്രയാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്കതിൽ മിലൻ കരോ മാച്ച് ദ ഫോളോയിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ്. നബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്കൈ ആണ്. ഗുഷിയാം എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ്. ഫൂൽ എന്ന് പറഞ്ഞാൽ ഫ്ലവർ ആണ്. പൂരബ് ഈസ്റ്റ്. ജഗ് വേൾഡ്. പേഡ് ട്രീ. സൂരജ് സൺ. ബോർ മോർണിംഗ്. ഇത്രയാണ് മാച്ച് ദ ഫോളോയിങ്ങിൽ വരുന്നത്. അടുത്തത് ഇൻ ശബ്ദോം കെ വാക്യു ബനൗ, മേക്ക് ദ സെൻറ്റൻസ്. അതായത് നമ്മൾ അതിൽ നിന്നും ഓരോ സെൻറ്റൻസ് എടുത്തെഴുതാനാണ്. സൂരജ്, അതേപോലെ തന്നെ ഗുഷിയാം, ഗുഷിയാം എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദുഹാരോം പെർ ലോഗ് എന്താണ്, മിൽ ജുൽക്കർ ഗുഷിയാം മനാത്തെ അല്ലേ, ആളുകൾ വളരെ ഹാപ്പി ആവുകയാണ്. എന്ത് വരുമ്പോൾ? ത്യോഹാർ അല്ലേ, ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ആളുകൾ നല്ല സന്തോഷത്തിലിരിക്കുകയാണ്. സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അല്ലേ. പൂരബ് സൂരജ് പൂർവമേം ഉക്താഹേ അല്ലേ, അതായത് സൂര്യൻ പൂർവ ഈസ്റ്റ് ദിശയിലേ ആണ് ഉദിക്കുന്നത്. കിരൺ അല്ലേ, സൂരജ്ക്ക് സുഹാവനി കിരൺ ഹേ അല്ലേ, സൂര്യകിരണങ്ങൾ എന്ന് പറയുന്നത് വളരെ എന്താണ്, അല്ല മനോഹരമായിട്ടുള്ള അല്ലേ, നല്ല ഭംഗിയായിട്ടുള്ള പ്രകാശമായിട്ടുള്ള കിരണങ്ങളാണ്. ബോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോർണിംഗ് ആണ്. ബോർ ഹോ ഗെയ് അബ് തോ ജാ അല്ലേ, നേരം വെളുക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഉണരാം അല്ലേ. അതേപോലെ തന്നെ ദുനിയ വേൾഡ്, ദുനിയ ബഹുത്ത് ബഡി ഹേ എന്നുള്ളതാണ്. ഇനി നമുക്ക് അതിൽ കൊടുത്തിട്ടുള്ളത് ശബ്ദവും കെ അക്ഷരവും അലഗ് അലഗ് കർക്കെ ലിഖോ, റൈറ്റ് ദ ലെറ്റർ ഓഫ് ദ വേർഡ് സെപ്പറേറ്റ്ലി, സെപ്പറേറ്റ് ആയിട്ട് എഴുതാനാണ് ഓരോന്നിൻ്റെയും സൗണ്ട് വെച്ചിട്ട്. അതായത് ഇനി നമ്മളോട് പേജ് നമ്പർ 10 ഉക്തേ സൂരജ് കാ വർണ്ണൻ കർത്തേ ഹുയെ കുച്ച് വാക്ക് ലിഖോ, റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് ഡിസ്ക്രൈബിങ് ദ റൈസിങ് സൺ. അതായത് ഉക്തേ സൂരജ്, അതായത് എന്താ പറയുക, സൂര്യൻ ഉദിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെ വർണ്ണിച്ചുകൊണ്ട് കുറച്ച് വാക്യം, കുച്ച് വാക്യ ലിഖോ എന്നാണ്. അപ്പോൾ കുറച്ച് വാക്യങ്ങൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എഴുതാൻ പ്രാക്ടീസ് ചെയ്യുക. സോ ആ പിക്ചർ നോക്കിയിട്ട് അതേപോലെ തന്നെ എഴുതുക. അതിൽ കുറച്ച് സെൻറ്റൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് സുബഹ് ഹോ ഗയി അല്ലേ, മോർണിംഗ് അല്ലേ, സുബഹ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആണ്. അപ്പോൾ നേരം മോർണിംഗ് ആയിട്ടുണ്ട്. പൂർവ്വദിശാമേ സൂരജ് ഉഗ്രഹ അല്ലേ, പൂർവ്വദിശ ഈസ്റ്റ് ദിശയിൽ നിന്നും സൂര്യൻ എന്ത് ചെയ്യുന്നു, ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാൽ ലാൽ സൂരജ് സുന്ദർ ദിക് രഹേ, അതായത് ലാൽ ലാൽ സൂരജ് റെഡ് കളറുള്ള സൂര്യന് സുന്ദരമായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. പക്ഷി ആസ്മാൻ മേ ഉഡ് രഹേ അല്ലേ, പക്ഷികൾ ഇങ്ങനെ ആകാശത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. സുബഹ് കാ നസാര സുന്ദർ ഔർ മുഹാവന അല്ലേ, ആ സുബഹിൽ നമുക്ക് ആ മോർണിംഗിൻ്റെ ആ പ്രകൃതിയുടെ ദൃശ്യം എന്ന് പറയുന്നത് എന്താണ്, വളരെ ബ്യൂട്ടിഫുള്ളും മനോഹരവുമായിട്ടുള്ളതാണ്. നമുക്ക് ഫ്രഷ് ഫീലിംഗ് തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ലെസണിലുള്ളത്. അപ്പോൾ എല്ലാവരും ലെസനൊക്കെ നന്നായിട്ട് പഠിക്കുക. സ്വന്തമായിട്ട് ഓരോ ആൻസറും എഴുതി നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.